ഹലോ ഫ്രണ്ട്സ്, പി എസ് സി ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGSനായിട്ട് ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു 500 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന വീഡിയോ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഇപ്പം ഞാൻ ഈ പറയുന്ന ഈ ബുക്കിൽ നിന്നും കഴിഞ്ഞ പ്രീവിയസ് ഘട്ടങ്ങളിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസോളം ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൽ നിന്നും എന്തായാലും ക്വസ്റ്റ്യൻ വരുമെന്ന്. അപ്പോൾ നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് പഠിച്ചു വയ്ക്കുക നിങ്ങൾ. അപ്പോൾ വീഡിയോ ഫുള്ളായി ഇരുന്ന് കാണുക, ഡ്രോപ്പ് ചെയ്യാതെ ഫുള്ളായി ഇരുന്ന് കാണുക. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഉത്തരം ലീലാതിലകം. നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഓപ്ഷൻസ് വായിക്കണ്ട എന്നുള്ളത്, ആൻസർ മാത്രം വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ആൻസർ മാത്രം വായിച്ചു വിടുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാൻ ആദ്യം തന്നെ അത് പറയുകയാണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏതു ഘടകവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നു എന്താണ്. അപ്പോൾ നിങ്ങൾക്കത് അറിയണ്ടേ, ഇവയിൽ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻസ് എന്നുള്ളത് അറിയണ്ടേ, അതിനു വേണ്ടി വായിക്കുകയാണ്. ഓപ്ഷൻ എ വിപണനം, ഓപ്ഷൻ ബി പ്രചാരണം, ഓപ്ഷൻ സി പരസ്യം, ഓപ്ഷൻ ഡി ബ്രാൻഡിംഗ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ വിപണനമാണ്. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നുള്ള ചോദ്യമാണ്. ഉത്തരം വിപണനമാണ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് എന്നുള്ളതാണ്. ആരാണ്? ഓപ്ഷൻ എ മിഥാലി രാജാണ്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ: എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്നുള്ളത്. ഉത്തരം ഫെബ്രുവരി 28. ഇത് ഓപ്ഷൻ സി ആണ് കൊടുത്തിരിക്കുന്നത്, ഫെബ്രുവരി 28 ആണ്. അടുത്തത് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ എന്നുള്ളതാണ്. ഉത്തരം ഹൈദരാബാദാണ്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ച സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോർച്ച സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ട്. ഉത്തരം അറിയാൻ നിങ്ങൾക്കറിയാൻ തോന്നുന്നു. ഓപ്ഷൻ എ ദാദാഭായ് നവറോജിയാണ്. അടുത്തത് കേരളത്തിൻ്റെ ദേശീയോത്സവം, അതെല്ലാവർക്കും അറിയാം, ഓണമാണ്. അടുത്തത് ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ്? മംഗൾയാൻ. ചൊവ്വ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മംഗൾയാനാണ്. അടുത്തത് സ്വതന്ത്രലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള സമ്പദ് വ്യവസ്ഥിതി. അടുത്തത് പത്താമത്തെ: ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ഏതിന് പകരമാണ്? ആസൂത്രണ കമ്മീഷന് പകരം. അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായി 2016 സ്ഥാനമേറ്റത് ആരാണ്? ഊർജിത് ആർ പട്ടേലാണ്. ആരാണ്? ഊർജിത് ആർ പട്ടേലാണ്. അടുത്തത് വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേരെന്താണ്? ആരാണ്? ചങ്ങമ്പുഴയാണ്. അടുത്തത് അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം പാരീസ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. അടുത്തത് താഴെ കൊടുത്തിട്ടുള്ള ഏത് ഏജൻസിയുടെ പുതിയ രൂപമാണ് നീതി ആയോഗ് സംവിധാനം? അത് ഓപ്ഷൻസ് വായിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നോക്കാം. വിവരാവകാശ കമ്മീഷൻ, നിയമ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ. ഏതാണ്? പ്ലാനിംഗ് കമ്മീഷനാണ്. അടുത്തത് കേരളത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ താഴെ പറയുന്നവയിൽ ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് സ്ഥാപനവുമായിട്ടാണ്? മൈക്രോ ഫിനാൻസ് സ്ഥാപനവുമായിട്ടാണ് ബന്ധപ്പെട്ടതാണ്. അടുത്തത് ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ്. അത് ഓപ്ഷൻ വായിക്കാം നമുക്ക്.
GST എന്നതിന്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ 103 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. ഓപ്ഷൻ സി 2017 ജൂലൈ 1 ഈ നിയമം നിലവിൽ വന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം കൊടുത്തിരിക്കുന്നത് എയും സിയും ശരിയാണ് എന്നുള്ളതാണ്. നമുക്ക് എ എന്തെന്ന് വായിച്ചു നോക്കാം. GST എന്നതിന്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് എന്നാണ്. സി എന്നുള്ളത് 2017 ജൂലൈ 1 ഈ നിയമം നിലവിൽ വന്നത്. ഏത് നിയമവുമായിട്ടാണ്? ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രസ്താവനകളാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്താനാണ്. ഇത് ഓപ്ഷൻ വായിക്കാം. ഹോക്കി തന്നിട്ടുണ്ട്, അതിന് നേരെ നമുക്ക് തന്നിരിക്കുന്നത് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്. അടുത്തത് ബി തന്നിരിക്കുന്നത് PT ഉഷ, അവർക്ക് തന്നിരിക്കുന്നത് ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി എന്നുള്ളത്. അടുത്തത് സി മുംബൈ ഇന്ത്യൻസ്, മൂന്നാമത് തന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനം. അടുത്തത് ഡി തന്നിരിക്കുന്നത് വിശ്വനാഥൻ ആനന്ദാണ്, അത് CUKയുടെ പ്രഥമ ഓണറ്റി ഡോക്ടറേറ്റ് ആണ്. ഇത്രയും തന്നിട്ടുണ്ട് ഓപ്ഷൻസ് നമുക്ക്. അതിന്റെ ആൻസർ വരുന്നത് എ ആണ്. അതെങ്ങനെ യോജിപ്പിക്കാൻ നമുക്ക് നോക്കാം. 3, 4, 1, 2 എന്നാണ്. അപ്പോൾ ഓപ്ഷൻസ് ഓർത്തിരിക്കുക, അത് ഓർത്തിരിക്കുക വഴിയുള്ളൂ. അടുത്ത് നമുക്ക് നോക്കാം. കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഖസാക്കിന്റെ ഇതിഹാസമാണ്. ഏതാണ് അതിന്റെ ഉത്തരം? ഖസാക്കിന്റെ ഇതിഹാസം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് എന്നുള്ളതാണ്. ആരാണ്? ശ്രീ സജി ചെറിയാനാണ്. അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? അതും ശ്രീ സജി ചെറിയാനാണ്. നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജാവലിൻ ത്രോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷി വകുപ്പ് മന്ത്രിയെ കുറിച്ച് ചോദിച്ചതിന്റെ ഉത്തരം പി പ്രസാദ് ആണ്. അടുത്തത് തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സേവന മേഖല അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്നാണ് അറിയപ്പെടുക. അടുത്തത് ഇന്ത്യയിലെ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഈ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് ഓപ്ഷൻസ് അറിഞ്ഞിരിക്കണം, എന്നാലാണ് കറക്റ്റ് ആയിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനമാണ് ഏത്? ഇന്ത്യയിലെ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനം എന്ന്. അടുത്ത ഓപ്ഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനമാണ് സിഡ്ബി. അടുത്തത് LIC, ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ പെടുന്നു. ഇത്ര 3 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ? ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ്. അതിൽ നമുക്ക് 1ഉം 3ഉം മാത്രമാണ് ശരി. ഏതാ ഒന്ന്? 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള സ്ഥാപനവും അതുപോലെ LIC, ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ പെടുന്നു എന്നുള്ളതുമാണ് ഇതിന്റെ ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നമുക്ക് പോകാം. കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? ഉത്തരം നീലാംബരിയാണ്. അടുത്തത് ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചതാര് എന്നുള്ളതാണ്. ആരാണ്? മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ്. അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീമതി വീണ ജോർജ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീമതി വീണ ജോർജിനെ കുറിച്ച്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടി. നിലവിലെ കേരള നിയമസഭ
സ്പീക്കർ ആരാണ് എന്നുള്ളതാണ്. ആരാണ്? AN ഷംസീർ ആണ്. അടുത്തത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏത് എന്നുള്ളതാണ്. പ്രാഥമിക മേഖലയാണ്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? തുമ്പയാണ്. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? ഏതാണ്? പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനമാണ് ടേബിൾ ടെന്നീസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? ആരാണ്? ഉത്തരം ധ്യാൻചന്ദാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താണ്? ഓപ്ഷൻ ഡി ISRO. അതാണ് ബഹിരാകാശ ഏജൻസിയുടെ പേര്. അടുത്തത് മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഏതുമായിട്ടാണ്? ദ്വിതീയ മേഖലയുമായിട്ടാണ് ഉൾപ്പെടുന്നത്. അടുത്തത് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് എന്താണ് എന്നുള്ളതാണ്. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേരാണ് തളിര്. അടുത്ത നമുക്ക് നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരൻ ആരാണ്? അത് കുൽദീപ് യാദവ് ആണ്. ആരാണ്? കുൽദീപ് യാദവ് ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരൻ. അടുത്തത് മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ്. 1952. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ് എന്നുള്ളതാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വെക്കുക. അത് 2019 ജൂലൈ 22-നാണ്. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ് എന്നുള്ളതാണ്. 2019 ജൂലൈ 22-നാണ്. അടുത്തത് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതാണ്. ഇതെല്ലാം PSC ആവർത്തന ചോദ്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്, നിങ്ങൾ വിട്ടുകളയരുത്. പട്ടം താണുപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ആരുടെയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജ വർമ്മയാണ്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏതാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. പൂർണ്ണമായിട്ടും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട പുസ്തകം സംക്ഷേപ വേദാർത്ഥം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ് എന്നുള്ളതാണ്. ആരാണ്? PJ ജോസഫ് ആണ്. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? PJ ജോസഫ് ആണ്. അടുത്തത് ഇന്ത്യ ഗവൺമെന്റ്, നമുക്ക് റുപ്പീസിന്റെ ചിഹ്നം അറിയാലോ, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ, അതാണ് ഇന്ത്യ ഗവൺമെന്റ് റുപ്പീസ് എന്ന ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് എന്നുള്ള ചോദ്യമാണ്. 2010 ജൂലൈ 15-നാണ്. 2010 ജൂലൈ 15-നാണ് നമ്മുടെ രൂപയുടെ ചിഹ്നം ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചത്. അടുത്തത് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ. അത് 1, 3 1, 3 നമുക്ക് വായിക്കാം. 1 പറഞ്ഞത് വിശ്വദർശനം ആരുടേതാണ്? G ശങ്കരക്കുറുപ്പിന്റെ. 3 എന്നുള്ളത് മുത്തശ്ശി N ബാലാമണി അമ്മ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? അത് ചെങ്കോട്ടയുടെ ചിത്രമാണ്. അടുത്തത് ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഇംഗ്ലണ്ടാണ്.
യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് കാസർഗോഡാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണെന്നുള്ളതാണ് അടുത്തത്. അപ്പൊ കലയുമായി ബന്ധപ്പെട്ടതല്ലേ, അത് സജി ചെറിയാനാണ്. അടുത്തത് എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് പ്രൊഫസർ KV തോമസ് ആണ്. അടുത്തത് മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാള മിഷൻ. ഏതാണ്? മലയാളം മിഷൻ. മീശ എന്ന നോവൽ രചിച്ചത് ആരാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ്? S ഹരീഷാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? S സോമനാഥാണ്. അടുത്ത നമുക്ക് നോക്കാം. U വിമൽകുമാർ 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഇനം ഏതാണ്? ബാഡ്മിന്റൺ ആണ്. അടുത്തത് 2 ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് PV സിന്ധു. അടുത്ത നമുക്ക് പോകാം. മിശ്രിത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഇതിൽ 1ഉം 2ഉമാണ് ആൻസർ തന്നിരിക്കുന്നത്. മിശ്രിത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന പ്രസ്താവന നമുക്ക് നോക്കാം. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം, 2 സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത്? അത് CISR എന്നുള്ളതാണ്. സ്വതന്ത്ര മേഖലയിൽ പെടാത്തത്, സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത്. അടുത്തത് ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ് എന്നുള്ളതാണ്. സോവിയറ്റ് യൂണിയൻ്റെയാണ് അത്. 2021 ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വിക്ഷേപിച്ചത്? അത് ഒഡീഷയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിന്റെ പേര് എന്താണ്? ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിന്റെ പേരാണ് കേരള നടനം. അടുത്തത് എയർബോൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? അത് ബാസ്കറ്റ്ബോളുമായി ബന്ധപ്പെട്ടതാണ് എയർബോൾ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത് ഈ വരികൾ ആരെഴുതിയതാണ്? ONV കുറുപ്പ് എഴുതിയതാണ്. അടുത്തത് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടില്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് എന്നുള്ളതാണ്. ജ്ഞാനപീഠം കിട്ടാത്തത് ആർക്കാണ്? വയലാർ രാമവർമ്മയ്ക്ക്. അടുത്തത് യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏതാണ് എന്നുള്ളതാണ്. അത് കാസർഗോഡാണ്. അടുത്തത് 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? അത് ഏതൊക്കെയാണ്? ദ്വിതീയ മേഖലയിലും അതുപോലെ തന്നെ തൃതീയ മേഖലയിലുമാണ്. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങൾ ഏതിനെ സൂചിപ്പിക്കുന്നു? അത് സാമ്പത്തിക വളർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സ്വതന്ത്രാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത്? അത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ്? അതാണ് അന്ത്യോദയ അന്ന യോജന. അടുത്തത് നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-21 ഒന്നാമതായ സംസ്ഥാനമാണ് കേരളം. 2020-21 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ്? സർവീസ് സെക്ടറാണ്, അല്ലെങ്കിൽ സേവന മേഖലയാണ്. അടുത്തത് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? അത് ഭരതനാട്യമാണ്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം അത് ഭരതനാട്യമാണ്.
അടുത്തത്, ആദ്യകാലത്ത് മിൻചേലറ്റ എന്നറിയപ്പെട്ട കായിക രൂപമാണ് വോളിബോൾ. ഏതാണ്? മിൻഡേനെറ്റ എന്നറിയപ്പെട്ട കായിക രൂപം ഏതാണ്? വോളിബോളാണ്. അടുത്തത്, സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ആരാണ് എന്നുള്ളതാണ്. അടുത്തത്, അതിന്റെ ഉത്തരം അയ്യത്താൻ ഗോപാലനാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് എന്നുള്ളതാണ്. ഉത്തരം ഭൂമികയാണ്. അടുത്തത്, സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശം. അടുത്തത്, മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ബ്ലാക്ക് ഫംഗസ് ആണ്. മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ബ്ലാക്ക് ഫംഗസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എംഫിസീമ ബാധിക്കുന്ന അവയവം ഏതാണ്? ഉത്തരം ശ്വാസകോശമാണ്. അടുത്തത്, ഈച്ച പരത്തുന്ന ഒരു രോഗമാണ് ഏത്? കോളറ. അടുത്തത്, ഇൻസുലിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പ്രമേഹമാണ്. അടുത്തത്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതി ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? താലോലം പദ്ധതിയാണ്. ഏതാണ്? താലോലം പദ്ധതി. അടുത്തത്, മന്ത് പരത്തുന്ന ജീവി ആരാണ്? കൊതുകാണ്. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗമാണ് എയ്ഡ്സ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പാണ്. അടുത്തത്, ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ ഏതാണ്? ദിശയാണ്. അടുത്തത്, കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി ഏതാണ്? സ്നേഹ സാന്ത്വനമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരി ഏതാണ്? എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരിയാണ് ബാക്ടീരിയ. അടുത്തത്, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതിയാണ് മൃത സഞ്ജീവനി. വായുവിലൂടെ പകരുന്ന ഒരു രോഗം ഏതാണ്? ജലദോഷമാണ്. അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത ഒരു രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓപ്ഷൻസ് തരാം. നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതെന്ത് ചെയ്യുക? അതൊന്ന് കമന്റ് ബോക്സിലിടുക. ഓപ്ഷൻ തരാം: ക്ഷയം, ഡിഫ്തീരിയ, കുഷ്ഠം, അതുപോലെ തന്നെ ചിക്കൻ ബോക്സ്. ചോദ്യം ഇതാണ്: അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഏതാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതാണ്? വയോമധുരം പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിന് 2022 ലഭിച്ച അവാർഡ് ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? ഗ്ലൈൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡാണ്. ഗ്ലൈൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. മലമ്പനിക്ക് കാരണമായിട്ടുള്ള രോഗാണു ഏതാണ്? പ്രോട്ടോസോവയാണ്. അടുത്തത്, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതിയാണ് താലോലം പദ്ധതി. 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗമാണ് മങ്കി പോക്സ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ അടയാളം? റെഡ് റിബൺ അടയാളം ഏതാണെന്നുള്ളതാണ്. അത് എയ്ഡ്സ് ആണ്. അടുത്തത്,
COVID-19 കാരണമായിട്ടുള്ള രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു എന്നുള്ളതാണ്. ഏത് വർഗത്തിലാണ്? അത് വൈറസിലാണ്. അടുത്തത്, കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് സുകൃതം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരള ഗവൺമെന്റ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ് ആണ്. നേരത്തെ ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. കേരള ഗവൺമെന്റ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. നിപ രോഗത്തിന് കാരണമായിട്ടുള്ള ജീവി ഏതാണ്? വൈറസ് ആണ്. ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? അത് കൊറോണ വൈറസ് ആണ്. ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? പക്ഷിപ്പനിക്ക് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവി ഏതാണ്? അതും വൈറസ് ആണ്. അടുത്തത്, ഓങ്കോളജി ഏത് അസുഖത്തെ കുറിച്ചുള്ള പഠനമാണ്? ഓങ്കോളജി ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? അത് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. അടുത്തത്, DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? DPT ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? വില്ലൻ ചുമ. അടുത്തത്, സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായിട്ടുള്ള കൊതുക് ഇനം ഏതാണ്? ഈഡിസ് കൊതുക് ഇനമാണ്. ഈഡിസ് ആണ്. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായിട്ടുള്ള കൊതുക് ഇനമാണ് ഈഡിസ്. സംയോജിത ശിശു വികസന സേവന പദ്ധതി അല്ലെങ്കിൽ ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് സെക്ടർ അത് ആരംഭിച്ച വർഷം ഏതാണെന്നുള്ളതാണ്. ഏത് വർഷമാണ്? 1975. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാ പ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്? 1000 ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? ഏതിനാണ് ORT നൽകുന്ന? വയറിളക്ക രോഗങ്ങൾക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയാണ്. മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന അസുഖം അല്ലെങ്കിൽ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ് എന്നുള്ളതാണ്. അത് എയ്ഡ്സ് ആണ്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് എപ്പോഴാണ്? 2010 ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2010. COVID-19 കാരണമായിട്ടുള്ള സൂക്ഷ്മജീവി ഏതാണ്? അത് വൈറസ് ആണ്. നേരത്തെ പറഞ്ഞു നമ്മൾ. അടുത്തത്, പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലമുണ്ടാകുന്ന അസ്ഥി രോഗം ഏതാണ്? അത് ഓസ്റ്റിയോപൊറോസിസ് ആണ്. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലമുണ്ടാകുന്ന അസ്ഥി രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. അടുത്തത്, ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ആൽഫ വൈറസ് ആണ്. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ആൽഫ വൈറസ് ആണ്. അടുത്തത്, സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടിയാണ് ഏത്? വിവ കേരളം. ഏത് മാറ്റാൻ? അനീമിയ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാനായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായിട്ടുള്ള പ്രചാരണ പരിപാടിയാണ് ഏത്? വിവ കേരളം എന്നുള്ളത്. അടുത്ത നോക്കാം. നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു, കുറേ ഘട്ടങ്ങളിലായിട്ട് കണ്ടു. ജീവിതശൈലി രോഗങ്ങൾ നമുക്കത് നോക്കാം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ്. ഇതിൽ ഓപ്ഷൻസ് വായിക്കാം. തൊണ്ടമുള്ള, ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം. ഏതാണ്? തൊണ്ടമുള്ളാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. അടുത്തത്, COVID-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. COVID-19 തടയുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് പഞ്ചാബ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് ആശ്വാസ കിരൺ. അടുത്തത്, മികച്ച
ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി നമ്മൾ നേരത്തെ ഒന്ന് വായിച്ചത് മൃത സഞ്ജീവനിയാണ്. അടുത്തത് വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? ആരോഗ്യ സേതുവാണ്. അടുത്ത് നോക്കാം. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത് എന്നുള്ളതാണ്. അത് ആർദ്രം പദ്ധതിയാണ്. ഏത് പദ്ധതിയാണ്? ആർദ്രം പദ്ധതി. അടുത്തത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം പദ്ധതി. അത് നമ്മൾ നേരത്തെ ഒരു പദ്ധതി ഒന്നുകൂടി വായിച്ചു. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ്. കേരളത്തിലെയാണ് ചോദിക്കുന്നത്. അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ഓപ്ഷൻ എ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരമാണ്. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗമാണ് എംഫിസീമ. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം എംഫിസീമ. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി, അതും മൃതസഞ്ജീവനിയെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. അടുത്തത് കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയുടെ പേരും അതിന്റെ ഗുഡ്വിൽ അംബാസിഡറെയും തിരിച്ചറിയാനാണ്. ആരാണ്? മൃതസഞ്ജീവനി മോഹൻലാലാണ്. അടുത്ത നോക്കാം. മനുഷ്യനിൽ ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ്? ന്യൂമോണിയ ബാധിക്കുന്ന ഏത് ശരീരഭാഗത്തെയാണ്? ശ്വാസകോശത്തെ. ഏത് രോഗത്തെയാണ് ഹാൻസൻസ് രോഗം എന്ന് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. അത് കുഷ്ഠരോഗമാണ്. ഹാൻസൻസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കുഷ്ഠരോഗം. സ്ലിം ഡിസീസ് എന്നറിയുന്നത് എയ്ഡ്സ് ആണ്. ഹാൻസൻസ് എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ്. ടെറ്റനസ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഏതാണ്? രക്തധമനികളാണ്. ടെറ്റനസ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? രക്തധമനികൾ. രക്തധമനികളാണ്. കോക്ലിയർ ഇംപ്ലാന്റ് എന്നത് ഏതു പരിമിതി മറികടക്കാൻ സ്വീകരിക്കുന്ന ചികിത്സാ രീതിയാണ്? കോക്ലിയർ ഇംപ്ലാന്റ് ഏതാണ്? ശ്രവണ പരിമിതി. അടുത്തത് ഐക്യരാഷ്ട്രസഭ പോഷകാഹാര ദശകമായി ആചരിക്കുന്നത് ഏതാണ്? 2016 to 2025 ഐക്യരാഷ്ട്രസഭ പോഷകാഹാര ദശകമായിട്ട് ആചരിക്കുന്നത് 2016 to 2025. മെലാനിന്റെ അഭാവം മൂലം ത്വക്കിനുണ്ടാകുന്ന രോഗം ഏതാണ്? ആൽബിനിസം ആണ്. ഏതാണ്? ആൽബിനിസം. മെലാനിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ത്വക്കിനുണ്ടാകുന്ന രോഗം ആൽബിനിസമാണ്. അടുത്തത് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച സ്ഥാപനം ഏതാണ്? അത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഏതാണ്? സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. COVID-19 നേരിട്ട് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ശ്വാസകോശം. അതാണ് കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ശ്വാസമുട്ടലൊക്കെ അനുഭവപ്പെടുകയല്ലേ. അതുകൊണ്ടാണ് ശ്വാസകോശത്തെയാണ് ബാധിക്കുന്ന ഒരു രോഗമാണ്. COVID-19 ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശമാണ്. അടുത്ത് നോക്കാം. ഇവയിൽ കൈകളുടെ ശുചിത്വക്കുറവ് കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അത് ടൈഫോയിഡ് ആണ്. കൈകളുടെ ശുചിത്വമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? ടൈഫോയിഡ് ആണ്. അടുത്ത് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഡ് വാക്സിൻ കോവാക്സിൻ 2ാം ഡോസ് എത്ര ദിവസം കഴിഞ്ഞാണ് എടുക്കുന്നത്? ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഡ് വാക്സിൻ കോവാക്സിൻ 2ാം ഡോസ് എത്ര ദിവസം കഴിഞ്ഞാണ് എടുക്കുന്നത്? അത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? 28 ദിവസം കഴിഞ്ഞാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ്. ഏത് സംസ്ഥാനത്താണ്? കേരളത്തിൽ. താഴെ കൊടുത്തവയിൽ സാംക്രമിക രോഗം ഏതാണ് എന്നുള്ളതാണ്. സാംക്രമിക രോഗമാണ് ക്ഷയരോഗം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം ഏതാണ്? അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ CT സ്കാൻ
ലഭ്യമല്ല. ഏതാണ്? CT സ്കാൻ. അടുത്ത് നോക്കാം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് ജീവിയാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് നമുക്ക് അറിയാം, കൊതുകാണെന്നാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ജൈവിക കൊതുകു നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്താണെന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഗപ്പി, ഗംബൂസിയ, മാനത്തുകണ്ണി. ഇതില് ജൈവിക കൊതുകു നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഈ മുകളിൽ പറഞ്ഞതെല്ലാം ഉപയോഗിക്കും എന്നുള്ളതാണ്. അടുത്തത്, ലോക ടോയ്ലറ്റ് ദിനം എന്ന് എന്നുള്ളതാണ്. അത് നവംബർ 19. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമുക്കറിയാം, തൊഴിലുറപ്പ് പദ്ധതിയാണ്. നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തതാണ് തൊഴിലുറപ്പ് പദ്ധതി. ലോക കൊതുകു ദിനം ഏതാണെന്നുള്ളതാണ്. അത് ഓഗസ്റ്റ് 20. മലമ്പനി രോഗാണുക്കൾ ഏത് അവയവത്തെ ബാധിക്കുന്നു? ഏതാണ്? കരളിനെ ബാധിക്കുന്നതാണ് മലമ്പനി രോഗാണുക്കൾ. കോളറ ബാധയുണ്ടാക്കുന്ന രോഗാണു ഏതാണ് എന്നുള്ളതാണ്. അത് വിബ്രിയോ കോളറയാണ്. ഇനി പകൽ സമയം കടിക്കുന്ന കൊതുക് ഏതാണ് എന്നുള്ളതാണ്. പകൽ സമയത്ത് ഈഡിസ് കൊതുകുകളാണ് കടിക്കുന്നത്. അടുത്ത് നോക്കാം. കോവിഡ് രോഗകാരിയായ SARS-CoV-2 ജനിതകപരമായി ഏതിനം വൈറസാണ്? ഏതിനം വൈറസാണ്? RNA വൈറസാണ്. അടുത്ത് നോക്കാം. BCG വാക്സിൻ ഏത് രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതാണ്? നമുക്കറിയാം BCG ഏതിനുള്ളതാണ്? ക്ഷയത്തിനെതിരെ കൊടുക്കുന്നതാണ് BCG. അടുത്ത് നോക്കാം. ഖരമാലിന്യ സംസ്കരണത്തിലെ മികവിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ശുചിത്വ പുരസ്കാരം ഏതാണ് എന്നുള്ളതാണ്. നവകേരള പുരസ്കാരമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ചൈനയിലാണ്. അടുത്ത് നോക്കാം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് ഏത്? നമുക്ക് 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നിപ്പ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. അതുപോലെ തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന 2ഉം, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല എന്നുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ 2ഉമാണ്. അടുത്ത് നോക്കാം. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് എന്താണ്? ORS ആണ്. ORS ലായനിയാണ് നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത്. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ്. ജനസൗഹൃദ ഔട്ട്പേഷ്യൻ സേവനമാണ്. അടുത്ത് നോക്കാം. അശ്വമേധം പ്രചാരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കുഷ്ഠവുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. സാന്ത്വന പരിചരണം നൽകുന്നു എന്നുള്ള ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ആർക്കാണ്? സാന്ത്വന പരിചരണം നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്കാണ് എന്ത് കൊടുക്കുക? സാന്ത്വന പരിചരണം കൊടുക്കുന്നത്. അടുത്ത് 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗമാണ് സിക്ക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? ഏതാണ്? ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് എന്നുള്ളതാണ്. അത് 1056 ആണ്. 1056 ആണ് ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. 1056. KASP വിപുലീകരിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. KASP അത് വിപുലീകരിക്കാൻ ഏതാണ്? K കാരുണ്യ, A ആരോഗ്യ, S സുരക്ഷ, P പദ്ധതി. അപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതിയാണ് KASP. അടുത്ത നമുക്കൊരു ടെസ്റ്റ് ആണ്. പാപ്പ് സ്മിയർ ടെസ്റ്റ്. പാപ്പ് സ്മിയർ ടെസ്റ്റ് ഏത് ക്യാൻസർ തിരിച്ചറിയാനുള്ള പരിശോധനയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എവിടത്തെയാണ്? ഗർഭാശയ മുഖ അർബുദത്തെ. ഗർഭാശയത്തിലുള്ള അർബുദം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് പാപ്പ് സ്മിയർ ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മാണുജീവി ഏതാണ്? ഏതാണ്? പ്രോട്ടോസോവ. നമ്മൾ നേരത്തെ അതൊരു ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, പ്രോട്ടോസോവ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
ചിക്കൻ ബോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. വാരിസെല്ല വൈറസ് ആണ് ചിക്കൻ ബോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി, വാരിസെല്ല വൈറസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ പറയുന്ന അസുഖങ്ങളിൽ സുണോറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖമേത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഏതാണ്? എലിപ്പനിയാണ്. അതായത് സുണോറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖമാണ് എലിപ്പനി എന്നുള്ളത്. അടുത്തത് ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത് എപ്പോഴാണ് എന്നുള്ളതാണ്. അത് 2013 ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത് 2013. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കൃഷി ദിക്കർ താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ക്രഷിംഗ് ദി കർവ്. അത് കൊറോണ വൈറസ് ആണ്. അനാഥരോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് സ്നേഹപൂർവം പദ്ധതിയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത് എന്നുള്ളതാണ്. അത് അനുയാത്ര പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു എന്നുള്ളതാണ്. അത് രവിശങ്കർ പ്രസാദാണ്. ഇനിയൊരു ക്വസ്റ്റ്യൻ കൂടി. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി. അപ്പോൾ സെഹത് എന്ന ടെലിമെഡിസിനെ കുറിച്ച് 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു എന്നുള്ളത്, അത് രവിശങ്കർ പ്രസാദും. അതുപോലെ തന്നെ സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രിയാണ് അപ്പോളോ ഹോസ്പിറ്റൽ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ് എന്നുള്ളതാണ്. അത് ഉത്തരം ബ്രസീലാണ്. ഇന്ത്യയേക്കാൾ വിസ്തൃതി കൂടിയ രാജ്യമാണ് ഏത്? ബ്രസീല്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എന്നുള്ളതാണ്. അത് ആനമുടിയാണ്. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അടുത്തത് ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. അത് സമ്പാർ തടാകമാണ്. ശുദ്ധജല തടാകം അല്ലാത്തത് സമ്പാർ തടാകമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല. ജർമ്മനിയുടെ സഹായത്തോടെ ഇന്ത്യയിലെ സ്ഥാപിതമായിട്ടുള്ള ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? റൂർക്കേലയാണ്. അടുത്തത് കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഛത്തീസ്ഗഡ് ആണ്. കോർബ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡ് ആണ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? അത് സാദിയ ദുബ്രി. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്? സാദിയ ദുബ്രി. അടുത്തത് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. അടുത്തത് നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നറോറ ആണവ നിലയം അത് UP ആണ്. ഉത്തർപ്രദേശിലാണ് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് എന്താണ്? ഹരിത വിപ്ലവമാണ്. ഏതാണ്? ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയ വിപ്ലവമാണ് ഹരിത വിപ്ലവം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും. നമുക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ ഏതാണ്? ഗ്രീഷ്മകാലമാണ്. അടുത്തത് ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണോ? ബാമറിലാണ്. എവിടെയാണ്? ബാമർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ബാമർ. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നു കൊടുത്തത്? അത് ഉത്തർപ്രദേശാണ്. സൈക്കിൾ ഹൈവേ തുറന്നു കൊടുത്തത് UP ഉത്തർപ്രദേശാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി ഏതാണെന്നുള്ളതാണ്. ഉത്തരം സുന്ദരി കണ്ടലാണ്. ഏതാണ്? സുന്ദരി കണ്ടലാണ്.
അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ഇത് 500 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ LGSന് ഉപകാരപ്പെടുന്ന ഒരു ഈ റാങ്ക് ഫയൽ, ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന റാങ്ക് ഫയലിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു റാങ്ക് ഫയലാണ്. അപ്പോൾ നിങ്ങളിത് വീഡിയോ മറക്കാതെ കാണുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ആരാണ്? സർവേ ഓഫ് ഇന്ത്യ ആണ്. ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് ഏത്? സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏതെന്ന് അല്ലെങ്കിൽ ഏതെല്ലാം എന്ന് ഉറപ്പുവരുത്താനാണ്. നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻ വായിക്കാം. ഉത്തരായന രേഖ, ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, അതുപോലെ തന്നെ ആർട്ടിക് വൃത്തം. ഇത്രയും ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഉത്തരായന രേഖ തന്നിട്ടുണ്ട്, ഭൂമധ്യരേഖ തന്നിട്ടുണ്ട്, ദക്ഷിണായന രേഖ തന്നിട്ടുണ്ട്, ആർട്ടിക് വൃത്തം തന്നിട്ടുണ്ട്. ഇതിൽ ഉത്തരം തന്നിരിക്കുന്നത് ഒന്ന് മാത്രം. ഏതാണ്? ഉത്തരായന രേഖയാണ്. അടുത്തത്, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികളിൽ അറബിക്കടലിൽ മാത്രം പതിക്കുന്നത് ഏതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. സൂചന 1 തന്നിട്ടുണ്ട്. മഹാനദി, അതുപോലെ തന്നെ പെരിയാർ, താപ്തി, ലൂണി. ക്വസ്റ്റ്യൻ എന്താണ്? മേൽ സൂചനയിലെ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ മാത്രം കണ്ടെത്താനാണ്. അത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ്. 2ഉം 3ഉം ഏതാണ്? പെരിയാറും അതുപോലെ തന്നെ താപ്തിയുമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് ന്യൂഡൽഹി, വാരണാസിയാണ്. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? വന്ദേ ഭാരത് എക്സ്പ്രസ്. അടുത്തത്, ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബ്രഹ്മപുത്ര നദിയിൽ സദിയ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ളതാണ്. ബ്രഹ്മപുത്ര നദിയിൽ സദിയ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് ഏതാണ്? ദേശീയ ജലപാത 2ആണ്. അടുത്തത്, ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത്. അതിൽ പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്താനാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതായത് നെവഷേവ, 2 പാരാദ്വീപ്, 3 ഹാൽഡിയ, 4 കണ്ട്ല. ഇത്രയും 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്താനാണ്. അതിൽ 1ഉം 4ഉമാണ്. ഏതാണ്? നെവഷേവയും അതുപോലെ കണ്ട്ലയാണ് പശ്ചിമ തീര തുറമുഖങ്ങൾ. അടുത്തത്, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയാണ്. അടുത്തത്, മേൽക്കൂര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഗംഗയാണ്. ഉപദ്വീപീയ നദിയിൽ ഉൾപ്പെടാത്തതാണ് ഗംഗ. അടുത്ത നോക്കാം. ആന്ധ്രാപ്രദേശിലെ ബോറോ ഗുഹകൾ താഴെ കൊടുത്തവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ചുണ്ണാമ്പ് കല്ലുമായി ബന്ധപ്പെട്ടതാണ് ബോറോ ഗുഹകൾ. താഴെ കൊടുത്തവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ചുണ്ണാമ്പ് കല്ല്, ബോറോ ഗുഹകൾ. അത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. നോട്ട് ചെയ്തിരിക്കുക. ആന്ധ്രാപ്രദേശിലെയാണ് ബോറോ ഗുഹകൾ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിമിന്നലോടുകൂടിയ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് കാൽ ബൈശാഖി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പശ്ചിമ ബംഗാളിലെ. അടുത്ത് നോക്കാം. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അത് മിസോറാമാണ്. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക് ഏതാണ്? അത് പാക്ക് കടലിടുക്കാണ്. ഇന്ത്യയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്കാണ് പാക്ക് കടലിടുക്ക്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? റൈച്ചൂറാണ്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? റൈച്ചൂറാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഏത്? ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്.
ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ, അപ്പോൾ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ്? ടീസ്റ്റയാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? അത് സിക്കിമും പശ്ചിമ ബംഗാളും. ഏതൊക്കെയാണ്? സിക്കിമും പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. അതിന്റെ പ്രത്യേകത ഏറ്റവും വേഗതയിലൂടെ ഒഴുകുന്ന നദിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനമാണ് മണിപ്പൂർ. നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നാഗ്പൂർ പ്ലാൻ ആണ്. അത് ഓപ്ഷൻസ് വായിക്കാം. അതിന്റെ ആൻസർ വായിക്കാം. 1ഉം 2ഉമാണ്. ആ 1, 2 മാത്രം നമുക്ക് നോക്കിയാൽ മതി. റോഡിന്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ ഫീറ്റ് പ്ലസ് കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് ആദ്യത്തെ തന്നിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതിയാണ്. അതാണ് നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവന. ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശമാണ് അംബാല അമൃത്സർ. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശമാണ് ഏതൊക്കെ? അംബാല അമൃത്സർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാടാണ്. കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാടാണ്. അടുത്ത് നമുക്ക് ദേശീയ ജലപാത 2 പ്രാവശ്യം ഞാൻ വായിക്കുന്നു. ഇനി അതിനെ പറ്റിയിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി. ദേശീയ ജലപാത 2നെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ്. നമുക്കത് ഓപ്ഷൻസ് വായിച്ചേ പറ്റൂ. അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ സ്ഥിതി ചെയ്യുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ സാദിയ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. അതിന് മൂന്നാമത്തെ ഓപ്ഷൻ 1620 കിലോമീറ്റർ നീളമുണ്ട്. നാലാമത്തെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. അതിൽ 2ഉം 4ഉമാണ് ശരി. എന്താ 2? സാദിയ മുതൽ ധൂബ്രി വരെയുള്ള ഇതാണ് ദേശീയ ജലപാത 2. 4 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്താണ് പീലിക്കോട് പഞ്ചായത്ത്. ഏതാണ്? പീലിക്കോട് പഞ്ചായത്താണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ഏതാണ്? പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ധാമൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? ഏത് സംസ്ഥാനത്തിൽ നിന്ന്? അരുണാചൽ പ്രദേശ് ഇന്ത്യയാണ്. ഇറ്റാനഗർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് ഏതാണ്? മഹാരാഷ്ട്രയാണ്. ജനസംഖ്യയിൽ രണ്ടാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 2014 ജൂൺ മാസം 2-ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. അപ്പോൾ തെലുങ്കാന നിലവിൽ വന്ന വർഷം 2014 ജൂൺ 2-നാണ് തെലുങ്കാന നിലവിൽ വന്നത്. ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ് സൈബർ പോസ്റ്റ് ആരംഭിച്ചത്. ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്താണ്? നമ്മി ഗംഗയാണ്. ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്താണ്? നമ്മി ഗംഗ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ്? ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപാണ്. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ 2ആയി വേർതിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്ര ഭാഗം ഏതാണ്? ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്നതാണ് കാംബെ കടലിടുക്ക്. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കൊല്ലം, കോട്ടപ്പുറം. ദേശീയ ജലപാത 3. നമ്മൾ ഇത്ര നേരം 2ആണ് പഠിച്ചത്. ഇപ്പൊ ഇനി 3ലോട്ടാണ്. അടുത്തത് കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്ന് ലഭിക്കുന്ന ആണവോർജ ധാതു ഏതാണ്? തോറിയമാണ്. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്ന് ലഭിക്കുന്ന ആണവോർജ ധാതു ഏതാണ്? തോറിയമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹരിയാന.
അടുത്തത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല നമ്മൾ നേരത്തെ പറഞ്ഞു പ്രാഥമിക മേഖലയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല സംരംഭം നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ളത്. റാബി വിളിയിൽ ഉൾപ്പെടാത്തത് നമുക്ക് ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് കരിമ്പ്, ഗോതമ്പ്, പുകയില, കടുക്. ഇതിൽ റാബി വിളിയിൽ ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത്, അത് കരിമ്പാണ്. അടുത്തത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ളതാണ്, അത് പെട്രോളിയമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതാണ്, അത് ഥാർ മരുഭൂമിയിലാണ് പെടുന്നത്. അടുത്തത് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോഴാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്താം. സുന്ദരവനം ഡെൽറ്റ പ്രദേശം, അത് പശ്ചിമ ബംഗാളാണ്. അടുത്തത് താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ 31ാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ലയാണ് വിജയനഗര. അടുത്ത നോക്കാം. ഇന്ത്യയിൽ ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനം ഏതൊക്കെയാണെന്ന് നോക്കാം. ജാർഖണ്ഡ്, അതുപോലെ തന്നെ രാജസ്ഥാൻ, അതുപോലെ മധ്യപ്രദേശ്. ഏതിന്റെയാണ്? ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങളാണ്. നമുക്കടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഏതാണ്? പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് തിരിച്ചറിയാനാണ്. അത് ഛത്തീസ്ഗഡിലെ മെക്കാലോ മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതുപോലെ ഇന്ദ്രാവതി, ശബരി എന്നിവ പോഷക നദികളാണ്. ഗാന്ധിസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നു, രാജസ്ഥാനിലൂടെ ഒഴുകുന്നു. ഇതിലെന്താ നമുക്ക് ക്വസ്റ്റ്യൻ? ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് തിരിച്ചറിയാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ഉത്തരം ഛത്തീസ്ഗഡിലെ മെക്കാലോ മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതാണ് ആൻസർ. അടുത്തത് സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലമാണ് നീലഗിരി. ജുമ്മിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻബ മിഷ്മി നാഗ ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏതാണ്? ഏതാണ് ഹിമാലയൻ ഭാഗം? അരുണാചൽ ഹിമാലയമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ ജോഷിമഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജോഷിമഠ് ഉത്തരാഖണ്ഡിലാണ്. ജോഷിമഠ് എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാനദി വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബൈതർണിയാണ്. ഗംഗാനദി വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തതാണ് ബൈതർണി. അടുത്തത് ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ലഡാക്കിൽ ഏറ്റവും തണുപ്പ് കൂടിയ ജനവാസ സ്ഥലം ഏതാണ്? ദ്രാസാണ്. ഏതാണ്? ദ്രാസാണ്. ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ലഡാക്കാണ്. ശീത മരുഭൂമി എന്നറിയപ്പെടുന്നതും ലഡാക്കാണ്. ലഡാക്കിലാണ് ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചത്, ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ദ്രാസ്. അടുത്തത് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? നേപ്പാളാണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് നേപ്പാൾ. അടുത്തത് ദേശീയ ജലപാത 1. അപ്പൊ നേരത്തെ നമ്മൾ 2ഉം 3ഉം നോക്കി, കൊല്ലം കോട്ടപ്പുറം അതുപോലെ സാദിയ ധൂബ്രി നോക്കി. ഇനി ദേശീയ ജലപാത 1 നോക്കാൻ പോകുന്നത്. അത് അലഹാബാദ് ഹൽഡിയാണ്. അടുത്ത നോക്കാം. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശ്വേശ്വരയ്യ അത് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഏതുതരം കൽക്കരിയാണ്? ലിഗ്നൈറ്റ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാരിയ. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഡിഗ്ബോയ് എന്ന് അതിൽ കൊടുത്തിരിക്കുന്നത് ഡിഗ്ബോയ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ഡിഗ്ബോയ് ആണ്.
അടുത്തത് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? റോഹയും മംഗലാപുരം. റോഹ, മംഗലാപുരം, കൊങ്കൺ റെയിൽവേ. അടുത്തത് വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏതാണെന്നുള്ളതാണ്. എവിടെയാണ്? ഉഷ്ണകാലത്താണ്. ഏതാണ്? ഉഷ്ണകാലത്താണ് ലൂ. അടുത്തത് ദേശീയ ജലപാത ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ, ഹാൽഡിയ, അലഹാബാദ്. അടുത്തത് ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഇലപൊഴിയും കാടുകളാണ്. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമാണ് ഇലപൊഴിയും കാടുകൾ. അടുത്തത് ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ്? ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയതാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ്. അടുത്ത് നോക്കാം. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ വായിച്ച വിള കണ്ടെത്തുക. അത് ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ റാബി വിളയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 22 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. അത് ഏതിനാണ്? ഗോതമ്പിനാണ്. ഓപ്ഷൻ എ ഗോതമ്പാണെന്നുള്ളതാണ് ആൻസർ തന്നിരിക്കുന്നത്. അടുത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഏതാണ്? കിഴക്കൻ തീരസമതലം. അടുത്ത നോക്കാം. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? ഏതാണ്? കാവേരി നദീതീരത്താണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ലിപ്പു ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ഉത്തരാഖണ്ഡ്, ടിബറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം സിവാലിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം. തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് വിഴിഞ്ഞത്താണ്. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? കേന്ദ്രഭാഗമായ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഗ്പൂർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? കാവേരി. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരിയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈയിലാണ്. പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈയിലാണ്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 3 എന്തുള്ളത്? തലസ്ഥാനമാണുള്ളത്. അതിലെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ദിരാഗാന്ധി കനാലാണ് ജലസേചന കനാൽ. അടുത്തത് പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ മടക്കുപർവ്വത നിരയ്ക്ക് ഉദാഹരണം ഏതാണ്? ഇത് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പശ്ചിമഘട്ടം, അറ്റ്ലസ്, ആൽപ്സ്. ഇത്രയും ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ ഡി ആയിട്ട് വരുന്നത് ബിയും സിയുമാണ്. ഏതാണ്? അറ്റ്ലസും ആൽപ്സും ആണ്. താഴെ തന്നിരിക്കുന്നതിൽ മടക്കുപർവ്വത നിരയ്ക്ക് ഉദാഹരണമാണ് അറ്റ്ലസും ആൽപ്സും. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. മലവെള്ളപ്പാച്ചിൽ. പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന അവസ്ഥ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഏത്? UP, ഉത്തർപ്രദേശ്. 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നഗരം. 1 ലക്ഷത്തിലധികവും വേണം, എന്നാൽ 10 ലക്ഷത്തിൽ താഴെയോ ആയിരിക്കണം. അതാണ് നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ഏതാണ്? അത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ശരത്കാലം. അടുത്ത നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ്. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഏത്? ഇന്ത്യ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായിട്ടുള്ള ഭൂവിഭാഗം ഏതാണ് എന്നുള്ളതാണ്.
അത് ഡെക്കാൻ പീഠഭൂമിയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ലോകത്തിലെയാണ് ചോദിക്കുന്നത്, മൗണ്ട് എവറസ്റ്റ് ആണ്. മണിക്കാരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട വിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ഏതൊക്കെയാണ്? സിന്ധു, അതുപോലെ തന്നെ ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലങ്ങൾ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതയാണ് NH-44. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല കൊങ്കൺ റെയിൽവേയാണ്. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖലയാണ് ഏത്? കൊങ്കൺ റെയിൽവേ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ആൻസർ ആയിട്ട് ഇടുക. അടുത്തത്, റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? അത് പരുത്തി കൃഷിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഏത്? മണിക്കിരൺ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അടുത്തത്, ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏതാണ് എന്നുള്ളതാണ്. അത് NW2 ആണ്. ഗോദാവരി നദിയുടെ പോഷക നദി ഏതാണ്? ശബരി നദിയാണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് ഷിക്കില ചുരമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അസ്സാമാണ്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഒറീസയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനമാണ് ഒറീസ. ലോക്തക് തടാകം ഏത് സംസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മണിപ്പൂറാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റ് ഏതാണ്? ലൂ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാറിയ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് പർവ്വതനിരയിലാണ്? കാറക്കോറം. അടുത്തത്, ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്? സത്ലജ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ഗുജറാത്താണ്. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? സത്ലജ് നദിയിലാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ്? ദക്ഷിണ ഗംഗോത്രയാണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് എന്നുള്ളതാണ് നാഥുല ചുരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെയാണ് എന്നുള്ളതാണ്. എവിടെയാണ്? ഗുരുഗ്രാമിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റമാണ് കന്യാകുമാരി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിരയാണ് വിന്ധ്യ പർവ്വതം.
ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഗംഗയാണ്. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏതാണ്? 1958. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? ഗോവ. അപ്പോൾ നാളത്തേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞ കാര്യം ആദ്യം ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്? ജിം കോർബറ്റ് ആണത്. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് എന്നുള്ളതാണ്? കൃഷ്ണ നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ ഖാരിഫ് വിളയിൽ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. അത് പരുത്തി, ചണം, ചോളം, ബാർലി. ഖാരിഫ് വിളയല്ലാത്തത് ബാർലിയാണ്. മസൂലിപ്പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? മസൂലിപ്പട്ടണം ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് എന്നുള്ളതാണ്. എത്ര മണിക്കൂറാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്, അതായത് 5.5 മണിക്കൂർ. അടുത്തത്, ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഏകദേശത്തെ കണക്കാണ്, ഏകദേശം കണക്കാണ്. മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ് എന്നുള്ളതാണ്. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ് എന്നുള്ളതാണ്. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ്? ആരവല്ലി പർവ്വതമാണ്. ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയാണ്. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശമാണ് വൃഷ്ടിപ്രദേശം. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം, അതാണ് വൃഷ്ടിപ്രദേശം. ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവി. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? മാർച്ച് ടു മെയ് വരെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മണ്ണിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ്. പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാടാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. അതും നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. രേഖാംശീയ വ്യാപ്തി 30 ഡിഗ്രിയാണ്. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ആരവല്ലി പർവ്വതനിര. ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാണ്? പൂർവ്വഘട്ടമാണ്. ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പൂർവ്വഘട്ടം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? മഹാനദി. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബാണ്. ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ്? ഡിസംബർ ടു ഫെബ്രുവരി. ഇപ്പോഴുള്ള കാലമാണ് ഡിസംബർ ടു ഫെബ്രുവരി. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനമാണ് എക്കൽ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കടുവ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കടുവ. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരാർദ്ധഗോളത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്കു ഭാഗത്താണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേയറ്റവും തെക്കേയറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രി വരെ വ്യത്യാസമാണുള്ളത്? 30 ഡിഗ്രി വ്യത്യാസം. ഡക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ത്രികോണമാണ്. ഡക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണമാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
അപ്പോൾ ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. എന്താണ്? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഗംഗ. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് ചില്ലാർ. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഏതാണ്? ഉച്ചലിത വൃഷ്ടി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? അത് ലൂ ആണ്. ഏതാണ്? ലൂ ആണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ്. ഉത്തരാഖണ്ഡാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. അടുത്ത് നോക്കാം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ബ്രസീലാണ്. അടുത്ത് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി നമുക്കറിയാം ഡെക്കാൻ പീഠഭൂമിയാണ്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? കൊടൈക്കനാലാണ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് നർമ്മദ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? അപ്പൊ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടാണ് ലേ. അത് ഏത് നദിക്കരയിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സിന്ധു നദിക്കരയിലാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? അറബി. കാൽബൈശാഖി എന്നത് എന്താണ്? കാറ്റാണ്. അസമിലെ കാശിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അസമിലെ കാശിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണെന്നുള്ളതാണ്. കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്നാണ് അതിന്റെ ആൻസർ. റെയർ എക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാണ്? ലാന്തനോയിഡുകളാണ്. റെയർ എക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങളാണ് ലാന്തനോയിഡുകൾ. അടുത്തത് ഘനജലത്തിന്റെ രാസസൂത്രം ഏതാണ്? D2O. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ്. അത് ടോറിസിന്റെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. ഉത്തരം സോഡിയം ബെൻസോയേറ്റ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോഡ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായിട്ട് പുറത്തു വരുന്നത്? ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അലുമിനിയത്തിന്റെ അയിരാണ് ഏത്? ബോക്സൈറ്റ്. കാഡ്മിയം സൾഫേറ്റ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്താണ്? മഞ്ഞയാണ്. ഒരു മൂലകത്തെ മറ്റു മൂലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണമാണ് ഏത്? പ്രോട്ടോൺ. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മൂലകത്തെ മറ്റു മൂലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണമാണ് പ്രോട്ടോൺ. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ. ഏതിന്റെയാണ്? സിങ്കിന്റെ. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഗ്രൂപ്പ് 18. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏതാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതാണ്? ഓക്സിജൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഏതാണ്? 3 ആണ്. pH മൂല്യം 3 ആണ്. അടുത്തത് ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്നുള്ളതാണ്. ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ജോൺ ഡാൽട്ടൺ ആണ്. അടുത്തത് ഇരുമ്പിന്റെ അയിര് ഏതാണ് എന്നുള്ളതാണ്. അത് ഹേമറ്റൈറ്റ് ആണ്. ആൽക്കലി ലോഹം അല്ലാത്തത് ഏതാണ്? അലുമിനിയം ആണ്. ആൽക്കലി ലോഹം അല്ലാത്തതാണ് അലുമിനിയം. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏതാണ്? ടെലൂറിയം ആണ്. ടെലൂറിയം ആണ്.
അടുത്തത് മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ് എന്നുള്ളതാണ്. വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുകയാണ്. അടുത്തത് ജലസാന്ദ്രത, ജലത്തിന്റെ സാന്ദ്രത എത്ര എന്നുള്ളതാണ്. 1000 കിലോഗ്രാം m³ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സൾഫർ ആണ്. അടുത്തത് ആധുനിക ആറ്റ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? ജോൺ ഡാൾട്ടൺ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സിങ്കിന്റെ അയിര് ഏതാണ്? കലാമിനാണ്. നമ്മൾ നേരത്തെ വായിച്ചത്. കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ് എന്നുള്ളതാണ്. ഹീലിയമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? ഫോസ്ഫറിക് ആസിഡ് ആണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് അല്ല, സൾഫ്യൂറിക് ആസിഡ് ആണ്. H2SO4 ആണ്. അടുത്ത നമുക്ക് നോക്കാം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഏതാണ്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. അടുത്തത് ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായിട്ടുള്ള ഈ തത്വം ആരുടേതാണ്? ആർക്കിമിഡീസ് തത്വമാണത്. അടുത്തത് ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? അത് കുറയുകയാണ് ചെയ്യുന്നത്. വ്യാപ്തം കുറയുകയാണ് ചെയ്യുന്നത്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് എന്താണ്? അമോണിയം ക്ലോറൈഡ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ഏതാണ്? ഓക്സിജൻ ആണ്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് എന്ത്? തന്മാത്ര. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ് എന്നുള്ളതാണ്. കാൽസ്യം കാർബണേറ്റ് ആണ്. എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാനികത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഹൈഡ്രജൻ, കാർബൺ എന്ന് മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ സി ആണ്. 1ഉം 2ഉമാണ്. അതായത് ഹൈഡ്രജനും കാർബണുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏതാണ്? ഇരുമ്പിന്റെ ധാതു അല്ലാത്തതാണ് ബോക്സൈറ്റ്. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ്. 2n² ആണ്. അടുത്തത് ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ്. അത് പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് ഓപ്ഷൻസ് വായിച്ചേ പറ്റൂ. അതിന്റെ ആൻസർ 2ഉം 4ഉമാണ്. ശരിയല്ലാത്തത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 2 ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് ആരാണ്? മെൻഡലീഫ് ആണ്. ബന്ധപ്പെട്ട ശരിയല്ലാത്തതാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീവ് ആണ് എന്നുള്ളതാണ്. പിന്നെ 4ാമത്തത് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അടുത്തത് ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ 2 സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണ അവസ്ഥയുടെ തുക എത്രയാണ്? -3 ആണ്. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ 2 സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണ അവസ്ഥയുടെ തുകയാണ് -3. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അല്ലിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? മെഗ്നീഷ്യമാണ്. അടുത്തത് സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് എന്നുള്ളതാണ്. ഹൈഡ്രജൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ് എന്നുള്ളതാണ്. അലുമിനിയത്തിന്റെയാണ്. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് മോസ്ലി. അടുത്തത് ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രമാണ് NaHCO3. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം NaHCO3. അടുത്തത്
ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളതാണ് മോസ്ലിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിന്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ് ആണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ് എന്നുള്ളതാണ് നൈലോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് പ്ലവന പ്രക്രിയ. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്രയാണ്? 4 ആണ്. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏക ആറ്റോമികം? ഹീലിയമാണ്. ഇരുമ്പിന്റെ അയിരുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നതാണ്? നൈട്രജൻ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. പാൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് പാസ്ചറൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങൾ ഏത്? അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അതൊന്ന് ഉത്തരം കമന്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റിലാണ്? 3D. അടുത്തത്, ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഏത് വാതകം ഉണ്ടാകും എന്നുള്ളതാണ് ഹൈഡ്രജൻ വാതകമാണ്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. അടുത്തത്, ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് ക്രിസ്റ്റ്ലെ ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? അത് മെർക്കുറിക് ഓക്സൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇലക്ട്രോൺ ആണ്. അടുത്ത, തോറിയത്തിന്റെ അയിര് മോണോസൈറ്റ് ആണ്. തോറിയമാണ് മോണോസൈറ്റ്. മാസ് നമ്പർ 2 ഹൈഡ്രജൻ ഐസോടോപ്പ് ഡ്യൂട്ടീരിയം ആണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. അടുത്തത്, എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ്. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇരുമ്പിന്റെ ധാതുവാണ് ഹേമറ്റൈറ്റ്. കോൾ ഗ്ലാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രജൻ ആണ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തം ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകമാണ് ഓക്സിജൻ. താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? പ്രോട്ടിയത്തിന്റെ. കേശലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയുകയാണ് ചെയ്യുന്നത്. മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകൾ ഏതാണ്? ഇലക്ട്രോൺ ആണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ. ഭാവിയിലെ ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ബാത്തിക് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക് യു.